കോതമംഗലത്തെ കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം വൈകുകയാണ്. മണ്ണുമാന്തി യന്ത്രം കടത്തിവിടാൻ സ്ഥലമുടമ വിസമ്മതിച്ചതോടെ രക്ഷാദൗത്യം വൈകുന്നു. കൃഷി നശിക്കുമെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ണുമാന്തി യന്ത്രം തടഞ്ഞു വയ്ക്കുന്നത്. രാത്രി 12 മണിയോടെ കിണറ്റിൽ വീണ ആന ഇപ്പോഴും വെള്ളത്തിൽ തന്നെ നിൽക്കുന്നതോടെയുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് സ്വയം കരയ്ക്ക് കയറാനുള്ള ശ്രമവും ആന മണിക്കൂറുകളായി നടത്തുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി എന്ത് എന്ന കാര്യത്തിലും ഒന്നും വ്യക്തതയില്ല. നേരത്തെയും നാട്ടുകാരുമായി വലിയ തർക്കം വനം ഉദ്യോഗസ്ഥരുമായും ഉണ്ടായിരുന്നു. സ്ഥലത്ത് പോലീസ് ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. വലിയ രോഷത്തോടു കൂടിയാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. പിന്നെ ഈ ആളുകൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. അവരിപ്പോ അങ്ങോട്ട് പോകും. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കിണർ പഴയപടിയാക്കുന്നതിന് ഇത്രയും ചിലവുണ്ട്. മാത്രമല്ല വനം ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കൊണ്ടാണ് കാട്ടാനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തുടങ്ങി പരാതികളും ഉന്നയിക്കുന്നു. പണം ലഭിക്കാതെ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. ജെയിനിസ് രാജുവാണ്. ജെയിൻ, ഏതെങ്കിലും തരത്തിൽ സമവായമാകുന്നത് ഇത്ര മണിക്കൂറായി, ഇപ്പോൾ 10-11 മണിക്കൂറാകുന്ന കിണറ്റിൽ കാട്ടാന വീണിട്ട് അതിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല. സ്വയം കരയ്ക്ക് കയറാനുള്ള ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സമവായത്തിന് സാധ്യതയുണ്ടോ? നാട്ടുകാരുടെ രോഷപ്രകടനം അത് ഇപ്പോൾ അല്പമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? പ്രകടനം ശമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സമവായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആന ഈ കിണറ്റിൽ വീണത്ത് ഏതാണ്ട് 10 മണിക്കൂറോളം അടുക്കുകയാണ്. ഇതുവരെ അതിനെ കരയ്ക്ക് കയറ്റി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടില്ല. ആന പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ കിണറിന്റെ ഒരു വശം ഇടിച്ച് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ആന നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ ആ മുകൾ ഭാഗത്ത് മണ്ണിടിച്ചിട്ടുണ്ട്. അവിടം വരെ തുമ്പിക്കൈ കൊണ്ട് എത്തി മണ്ണിടിച്ചിട്ടുണ്ട്. പക്ഷേ ആ മുകൾ ഭാഗം ഇടിഞ്ഞാൽ പോലും ആനയ്ക്ക് കയറിപ്പോകാൻ കഴിയുന്ന ഒരു ചാല് രൂപപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കിണറിന്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ഇവിടെ നിന്ന് നേരത്തെ ഒരു തോട് പുറത്തേക്ക്, ഇതിന് സമീപത്ത് മറ്റൊരു തോടുണ്ട്, ആ തോട്ടിലേക്ക് ഒരു ചാലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തും നേരത്തെ തന്നെ ഇടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ കിണർ നിർമ്മിച്ചപ്പോൾ അവിടെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ആ ഭാഗം അടക്കിയാണ്. ആ ഭാഗമാണ് ആന തകർത്തിരിക്കുന്നത്. പക്ഷേ ഇനി ആ മുകളിലുള്ള ഭാഗം കൂടി ഇടിച്ചാൽ പോലും ആനയ്ക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു ചാല് രൂപപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരയ്ക്ക് കയറ്റി വിടുക തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ആ കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ 2 മാർഗങ്ങളാണ് വനംവകുപ്പിന് മുന്നിലുള്ളത്. ഒന്ന് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഒരു JCB എത്തിച്ചിട്ട് ആ ഭാഗത്ത് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് അവിടെ നിന്ന് മണ്ണ് നീക്കി അവിടെ ഒരു ചാല് രൂപപ്പെടുത്തി അതിനെ കയറ്റി വിടുക എന്നുള്ളതാണ്. പക്ഷേ അതിനായിട്ട് JCB അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രതിസന്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടുകാർ അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് ഈ കുട്ടിയാന ഏതാണ്ട് ഒരു 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയാനയാണ്, കൊമ്പനാണ്. ആ കൊമ്പനാന സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആനയാണ്. അതിനെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അത് സ്ഥിരം മയക്കുവെടി വെച്ച് ഇവിടെ നിന്ന് ഈ പ്രദേശത്തുനിന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പോൾ ആ കാര്യത്തിൽ വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. വനംവകുപ്പ് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല മയക്കുവെടി വെക്കുക എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം മുകളിൽ നിന്നടക്കം ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ തീരുമാനം എത്തിയിട്ടില്ല. ഇവിടെ ഒരു മോട്ടോർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം അടിച്ച് പറ്റിക്കുന്നതിന് ഒക്കെ ആയിട്ട് JCB സമീപത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി
മയക്കുവെടി വെക്കണമെങ്കിൽ പോലും മറ്റു ചില പ്രതിബന്ധങ്ങൾ കൂടി ഇതിന് മുന്നിലുണ്ട്. കാരണം ഈ കിണറുള്ള ഭാഗത്തു നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്ററിനടുത്ത് പുതുതായി റോഡ് നിർമ്മിച്ചാൽ മാത്രമേ വാഹനം ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയൂ. അതോടൊപ്പം തന്നെ ഈ കിണറ്റിലെ വെള്ളം അടിച്ച് പറ്റിച്ചതിന് ശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. അപ്പോഴും ഈ കിണറ്റിൽ കിടക്കുന്ന ആനയെ പുറത്ത് എത്തിക്കാൻ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണ്ടി. അപ്പോൾ ഇത്രയും പ്രതിബന്ധങ്ങൾ ഇതിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ 10 മണിക്കൂറായി ഈ കുട്ടിയാന ഈ കിണറ്റിൽ കിടക്കുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമം, അതിന്റെ ശരീരത്തിൽ മുറിവുകളും മറ്റുമൊക്കെ കാണുന്നുമുണ്ട്. ഇത്രയും നേരമായിട്ടും ഒരു സമവായം കാര്യമായി ഉണ്ടാകാത്തതിന്റെ സാഹചര്യം എന്താണ്? പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും അവിടേക്ക് എത്തുന്നതിൽ നേരത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ DFO അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആളുകളുമായി സംസാരിക്കാൻ കഴിയുന്ന തരത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും അവിടേക്ക് എത്തുന്നില്ലേ? നമുക്ക് ജനപ്രതിനിധികളായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റ് MLA-മാരടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ അടുത്തേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എത്തിക്കാനൊക്കെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ആനയുടെ മസ്തകത്തിലും കഴുത്തിലുമായിട്ടാണ് മുറുക്കിയേറ്റിരിക്കുന്നത്. ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ താഴ്വശം എല്ലാം മട്ടിക്കല്ലോ അല്ലെങ്കിൽ വെട്ടുകല്ലോ ആണ്. അതുകൊണ്ട് തന്നെ അത് കൊമ്പുകൊണ്ട് കുത്തിയാലോ മസ്തകം കൊണ്ട് ഇടിച്ചാലോ ഒന്നും ഇടിഞ്ഞു പോകുന്ന ഒരു ഭാഗമല്ല. അവിടെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ പറ്റിയ പരിക്കുകളാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ആനയുടെ പിൻകാലുണ്ട്. ആ പിൻകാലിൻ്റെ ഒരു നഖം പറഞ്ഞു പോയിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ വന്ന സമയത്ത് ആ അകന്നിരുന്ന നഖത്തിൻ്റെ ഭാഗം, പൊളിഞ്ഞിരുന്ന ഭാഗം പറിച്ചു കളയാനായിട്ട് ആന വലിയ ശ്രമം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആ ഭാഗമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തില്ല. പക്ഷേ 10 മണിക്കൂറായി ആന കിണറ്റിൽ കിടക്കുന്നു. അത് രക്ഷപ്പെടാനുള്ള വലിയ അസ്വസ്ഥനായാണല്ലോ കാണുന്നത്. ചൂട് വലിയ കൂടിയ സമയമാണ്, വെള്ളത്തിലാണ്. അത് ശരിയാണെങ്കിലും വലിയ അസ്വസ്ഥനായാണല്ലോ ആനയെ ഇപ്പോൾ കാണുന്നത്, രാവിലെ നമ്മൾ കണ്ടതിനേക്കാളും. തീർച്ചയായിട്ടും അസ്വസ്ഥനാണ്. കാരണം ഒരുപാട് നേരമായി ഇതിങ്ങനെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്, ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരം അസ്വസ്ഥതകൾ, അത് ഭയപ്പെട്ട് കിടക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആനയെ എത്രയും പെട്ടെന്ന് കയറ്റിവിടുക എന്നുള്ളതാണ്. എന്തായാലും ആനയെ കിണറ്റിൽ ഇട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഈ കിണർ ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ കുടിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ്. അപ്പം ആ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഈ ആനയെ കയറ്റിവിടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ കിണർ പുനർനിർമ്മിക്കുകയും ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇതുവരെ കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ ഈ കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റില്ല. പൈസ അല്ലെങ്കിൽ ചെക്ക് ഇപ്പോൾ കൊടുത്തതിന് ശേഷം ഈ ആനയെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയാൽ മതി എന്ന നിലപാടിലാണ്. ഈ സമീപത്തുള്ള ആളുകളൊക്കെ ആയിട്ട് ഈ കിണറിൻ്റെ ഉടമസ്ഥൻ്റെ സമീപത്തുള്ള കിണറ്റിൽ പറമ്പിലൂടെ വേണം ഈ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷേ ഈ വനംവകുപ്പിൻ്റെ ഉന്നതതലത്തിൽ നിന്നുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ആന ഇപ്പോഴും കിണറ്റിൽ തന്നെ കിടക്കുന്നു. നാട്ടുകാരെ ഇവിടെ നിന്ന് സമീപത്ത് നിന്ന് പോലീസ് നീക്കിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. DFOയുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസർ അടക്കം ഇവിടെയുണ്ട്. പക്ഷേ ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഔദ്യോഗികമായിട്ടുണ്ടായിട്ടില്ല. ആകെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് JCB ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മോട്ടോർ പമ്പ് ഇവിടെ എത്തിച്ചിട്ടുണ്ട് വെള്ളം അടിച്ചു പറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. മറ്റു നടപടികളോ തീരുമാനങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആന ഏതാണ്ട് 10 മണിക്കൂറായി ഇവിടെ കിടക്കുന്നു.